എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിൽ ചേരാനും ചേരാതിരിക്കാനുമുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ബി.ജെ.പിയിൽ ചേരുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നാണ് രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. ഇക്കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല. ഓരോ ദിവസവും മാറ്റി പറയുന്ന സ്വഭാവം എനിക്കില്ല. ബി.ജെ.പി മാത്രമല്ല, കോൺഗ്രസും മറ്റു ചില പാർട്ടികളും എന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് രാജേന്ദ്രന്റെ വിശദീകരണം. ഇതോടെ രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം സജീവമായി തുടരുകയാണ്. ഇടുക്കിയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി രാജേന്ദ്രൻ മത്സരിക്കുമെന്നും സൂചനയുണ്ട്. ബി.ജെ.പിയുമായി ചർച്ച നടത്തിയത് രാജേന്ദ്രൻ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഒരു സുഹൃത്ത് വിളിച്ചു, ബി.ജെ.പി നേതാവിന് എന്നെ കാണണമെന്ന് പറഞ്ഞു. വീട്ടിൽ കയറരുതെന്ന് പറയുന്നത് എൻ്റെ സംസ്കാരമല്ല, വരാൻ പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ വന്നു, കണ്ട് സംസാരിച്ചു. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. CPM-ലെ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ചിന്തിച്ചിട്ട് വേണ്ടേ പറയാൻ. ഇതാണ് ബി.ജെ.പിയുമായുള്ള ചർച്ചയിൽ രാജേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. ബി.ജെ.പി മുന്നണിയിൽ ഇടുക്കിയിൽ മത്സരിക്കേണ്ടത് BDJS ആണ്. രാജേന്ദ്രന്റെ മനസ്സ് വ്യക്തമാകാത്തത് കൊണ്ട് തന്നെ BDJS സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. 2022-ൽ എന്നെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു കുറ്റം. 2023-ൽ ഒരു വർഷത്തെ സസ്പെൻഷൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല. പാർട്ടിക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അതിൽ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. CPM-മായി സഹകരിക്കാൻ ഇനി കഴിയില്ലെന്ന സൂചന അതിലുണ്ട്. CPM-ഉം തന്നോട് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് രാജേന്ദ്രൻ വെളിപ്പെടുത്തുകയും ചെയ്തു. MM മണിയുമായുള്ള ഭിന്നതകളാണ് CPM-ൽ രാജേന്ദ്രന് വിനയായത്. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെ അനുനയിപ്പിക്കാൻ CPM ജില്ലാ കമ്മിറ്റിയും ശ്രമിക്കുന്നുണ്ട്. രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന പ്രചരണം ശക്തമായതോടെയാണ് ജില്ലാ സെക്രട്ടറി CV വർഗീസ്, MM മണി MLA എന്നിവർ അനുനയ നീക്കവുമായി രംഗത്തെത്തിയത്. വ്യാഴാഴ്ച മൂന്നാറിലെത്തിയ ഇരുവരും രാജേന്ദ്രൻ വിഷയം ചർച്ച ചെയ്തു. തുടർന്ന് രാജേന്ദ്രനുമായി അടുത്ത ബന്ധമുള്ള പാർട്ടി നേതാവിനെ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തി. ഈ നേതാവ് വീട്ടിലെത്തി 2 മണിക്കൂറിലധികം സമയം രാജേന്ദ്രനുമായി ചർച്ച നടത്തി. പാർട്ടിയിൽ മടങ്ങിയെത്തി സജീവമാകണമെന്നും മറ്റു പാർട്ടികളിലേക്ക് പോകരുതെന്നുമായിരുന്നു ചർച്ചയിലെ പ്രധാന ആവശ്യം. പാർട്ടിയിൽ മടങ്ങിയെത്തിയ ശേഷം മുൻപ് വഹിച്ചിരുന്ന പദവികൾ നൽകാമെന്ന് ജില്ലാ നേതൃത്വം ഉറപ്പുകൊടുത്തതായാണ് സൂചന. CPM-ൽ രാജേന്ദ്രനുമായി ചില പ്രാദേശിക നേതാക്കൾക്കുള്ള ഭിന്നത മാത്രമാണ് നിലനിൽക്കുന്നത്. ഈ ഭിന്നത ജില്ലാ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് കരുതുന്നത്. 15 വർഷം MLA ആയിരുന്ന രാജേന്ദ്രന് തോട്ടമേഖലയിലെ തമിഴ് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമാണുള്ളത്. ഇത് മുതലെടുക്കാനാണ് BJP ശ്രമം. കോൺഗ്രസുകാരാണ് BJPയിൽ ചേരുന്നതെന്ന പ്രചരണമാണ് CPM നടത്തുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ മുൻ MLA BJPയിൽ പോകുന്നതിൽ നിന്ന് എങ്ങനെയും തടയാനാണ് CPM-ന്റെ ശ്രമം.